ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്ന് വ്യോമസേനയുടെ നടന്ന എയർ ഷോയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്. അപ്പം ഞാൻ ഒരുപാട് ഷോർട്സൊക്കെ അതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കിടക്കട്ടെ എന്ന് കരുതി ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റോഡ് വഴി നടക്കാൻ ആളുകൾ കാരണം ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് പോലീസുകാർ പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ച് സൈഡിലൂടെ എല്ലാവരും പോകുന്നു. അത് വിശാലമായ ബീച്ച് ആയതുകൊണ്ട് അവിടെ തിക്കും തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ബീച്ച് സൈഡിലോട്ട് പോയതുകൊണ്ട് നമുക്ക് ആ കടലിലൂടെ വന്ന ബോട്ടും അതും ഇതുമൊക്കെ കാണാൻ സാധിച്ചു. പിന്നീട് കാണുന്നില്ല സംഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റി. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾ, അപ്പം 8000 പേർക്ക് പങ്കെടുക്കാൻ മാത്രം ഉള്ള ഒരു പരിപാടിയിലേക്ക് ഇത്രയും ജനങ്ങളെ കൊണ്ടുവരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ആദ്യം തന്നെ പറയാമായിരുന്നു 8000 പേർക്കാണ്. അപ്പം അതിനുള്ള പാസ് റെഡിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ പ്രൈവറ്റ് വാഹനങ്ങൾ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. പ്രൈവറ്റ് വാഹനങ്ങൾ കയറ്റാതിരുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രയും നടക്കേണ്ടി വന്നത്. പിന്നീട് KSRTCക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ഓൺലൈൻ പരിപാടി തുടങ്ങി. അപ്പോൾ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതൊക്കെ മുമ്പേ പറയാമല്ലോ. അല്ലാണ്ട് നമ്മൾ അവിടുന്ന് പോയിട്ട് നമ്മൾ മുമ്പിൽ കൊണ്ടുവന്ന് ഇറക്കും. തിരിച്ച് അതുപോലെ തന്നെ അവിടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തുനിന്ന് മുമ്പിൽ നിന്ന് നമ്മളെ അങ്ങ് കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ അത് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യത്തിന് ആണെന്ന് കൂടി പറയണമായിരുന്നു. ഇത്രയും ജനങ്ങൾ അവിടെ വന്ന് വലഞ്ഞു. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ വന്നതും എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയി എന്ന് കരുതുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഓക്കെ. ഞങ്ങളൊക്കെ അങ്ങനെയാണ് കരുതിയത്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടോ. തിരിച്ചു വന്നതിന് ശേഷം കാലിൽ തൈലം ഇട്ട് കിടക്കേണ്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും കാണാൻ പറ്റാത്തൊരു കാഴ്ചകളാണ്. അങ്ങനെ കാണാൻ പറ്റി. അതുകൊണ്ട് ആ ഒരു യാത്രയെ ഞങ്ങൾ വലിയ നഷ്ടമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്രയും ജനങ്ങളെ. ഇനിയോട്ട് എനിക്ക് കാണാൻ പറ്റുമോ എന്നും അറിയത്തില്ല. എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് വെച്ച് അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അത്രയും ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഇടയ്ക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹസമാണ് നിങ്ങൾ കാണുന്നത്. ബോട്ടിൽ കയറാൻ നോക്കായിരുന്നു. എനിക്കാണെങ്കിൽ നടുവിനൊക്കെ ഇച്ചിരി കുഴപ്പമുള്ളതും കൂടി ആയതുകൊണ്ട് എനിക്ക് പേടിയും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ എങ്ങനെയെങ്കിലും അതിലേക്ക് കയറ്റിയിട്ട് പിന്നെ ഭാഗം പോയ ഒരു കാര്യം അവർ പറയുന്നതായിട്ടല്ലേ. അതെന്താണെന്ന് വെച്ചാൽ അന്നൊരു നെല്ലിയിൽ ഇതുപോലെ വലിഞ്ഞു പിടിച്ച് കയറി തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പറഞ്ഞത്. കൊണ്ടുപോയ വെള്ളം അങ്ങ് തീർന്നു പോയി കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പൈപ്പിൽ നിന്ന് ഒരു വെള്ളം എടുത്ത് കുടിച്ചു. പിന്നെ ഞങ്ങൾ നടന്ന് റോഡിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി വാങ്ങിക്കൊടുത്തു. അപ്പം റോഡിലൂടെ നടക്കാൻ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. കണ്ടില്ലേ, ഒരുപാട് ജനങ്ങളായിരുന്നു. ഇടയ്ക്ക് ഇവർ തിരക്കാണെങ്കിൽ പോലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കും ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ റോഡിലൂടെ നടക്കാൻ ഞങ്ങൾ വീണ്ടും ബീച്ചിലെത്തി. ബീച്ചിൽ വന്നിട്ട് നമ്മൾ ഷാളൊക്കെ വിരിച്ച് അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. ശരിക്കും അങ്ങനെ ഒരു റെസ്റ്റ് അത്യാവശ്യമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ കുറേ നേരം അവിടെ ചിലവഴിച്ചു. കാരണം ആളുകളെല്ലാവരും പോവട്ടെ എന്ന് കരുതി. ചുമ്മാ തിരക്ക് മുന്തി തള്ളിയിട്ട് കാര്യമില്ല, വെപ്രാളം പിടിച്ചിട്ട് കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ പിന്നെ റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഇരുന്നു ക്ഷീണമൊക്കെ മാറ്റി. പിന്നെ ഞങ്ങൾ വീടുണ്ടാക്കിയൊക്കെ കളിച്ചു. മണൽ വെച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പം ആ ഒരു ടൈം അത്രയും എന്താ പറയുക, തിക്കിലും തിരക്കിലും പെട്ട് വേദനിക്കാതെ വിഷമിക്കാതെ ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു ടൈമും കൂടെ എൻജോയ് ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. നമ്മൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. ക്ഷീണം ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയത്തില്ല. കാരണം നമ്മൾ ഒട്ടും നടക്കുന്ന ആൾക്കാരല്ലായിരുന്നു. എപ്പോഴും നമ്മൾ വാഹനത്തിൽ വണ്ടിയിലൊക്കെ, ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ഞങ്ങൾ അവിടെ വെള്ളപ്പുള്ളി ഇട്ടോണ്ട് വന്നത് കാര്യമായി. 6 കിലോമീറ്ററോളം നടന്നു. കാലുവേദനയൊക്കെ ആയിരുന്നു.
ബാ 6 കിലോമീറ്റർ അല്ലെങ്കിലേ ഉള്ളൂ. അങ്ങനെ വീണ്ടും ഞങ്ങൾ റോഡിലെത്തി. അപ്പം വണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പം അവിടെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ നമ്മൾ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വാഹനങ്ങളെല്ലാം കൊണ്ടുവന്നിങ്ങനെ ഒതുക്കി നിർത്തിയിട്ടിരുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. ഒന്നാമത് ജനങ്ങളെ തിക്കും തിരക്കും, വണ്ടിയോ വാഹനങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ കൂടെ അതവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കുക. അവിടെ ആലോചിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് നമ്മൾ ഏതെങ്കിലും വണ്ടി കയറി ഇന്ന് തലേ തുണിയിട്ട പെരുമാറുകയാണോ? പോയി ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ താൽക്കാലിക ഒരു ആശ്വാസം മാത്രമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ വണ്ടി പോകത്തില്ല എന്ന് പറഞ്ഞു. അതിലുള്ള ജനങ്ങളെ മൊത്തത്തിൽ ഇറക്കി വിട്ടു. അങ്ങനെ വീണ്ടും ഞങ്ങൾ നടക്കുകയാണ് പുറത്തോട്ട്. അപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു 600-700 മീറ്ററിന് അപ്പുറത്തായിട്ട് ബസ്സുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുക. അങ്ങനെ മൊത്തത്തിൽ കൂട്ടി നോക്കിയാൽ എത്രത്തോളം അന്നത്തെ ദിവസം നടന്നു എന്ന് ചോദിച്ചാൽ, എത്ര കിലോമീറ്റർ നടന്നു എന്ന് ചോദിച്ചാൽ ഒരു 8 കിലോമീറ്റർ നടന്നു കാണും. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം മറന്നുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ബസ് പ്രതീക്ഷിച്ച് ഓടിയും നടന്നുമൊക്കെ പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ബസ്സിലേക്ക് കയറാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പം ടാറ്റ ബൈ ബൈ, കാണാം. അപ്പം ദാണ്ടെ ബസ്, ആ ബസ്സാണ്. അപ്പോൾ പോവാണ് കേട്ടോ. ടാറ്റ ബൈ ബൈ.